നമസ്തേ, എൻ്റെ പേര് ലിജിത രാജു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ധ്യാന ശ്ലോകത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ധ്യാന ശ്ലോകം? അപ്പോൾ ആ ഒരു ക്ലാസ്സാണ് ഇന്നെടുത്തിരിക്കുന്നത്. മുന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് മുദ്രകളുടെ ശ്ലോകങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ധ്യാന ശ്ലോകമാണ് പറയാൻ പോകുന്നത്. ധ്യാന ശ്ലോകം എന്താണെന്നല്ലേ? ഭഗവാൻ ശിവനെ ഭജിച്ചുകൊണ്ട് ചെയ്യുന്ന ഒന്നാണ് ധ്യാന ശ്ലോകം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, ശിവഭഗവാൻ നൃത്തം ചെയ്യുന്നതിനെ നടരാജൻ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഭഗവാനെ നമ്മൾ നൃത്തം ചെയ്യുന്നതിന് മുന്നേ അതായത് നമ്മൾ നൃത്തം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമസ്കരിച്ചതിന് ശേഷം ധ്യാന ശ്ലോകവും അതുപോലെ തന്നെ മുദ്രകളുടെ ശ്ലോകവും പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് നൃത്തം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ധ്യാന ശ്ലോകത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ധ്യാന ശ്ലോകത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിന് മുകളിലായിട്ട് അതിൻ്റെ മീനിങ്ങും പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ധ്യാന ശ്ലോകം ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക, നോക്കുക. അല്ലാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ആയിട്ട് ശ്ലോകങ്ങൾ ഇടുന്നുണ്ട്, പിന്നെ അതിൻ്റെ മീനിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ധ്യാന ശ്ലോകം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. ആംകികം ഭുവനം യസ്യ വാചികം സർവവാക്മയം ആഹാര്യം ചന്ദ്ര താരാതി ത്വം നുമം സാത്വികം ശിവം. ഇതാണ് ധ്യാന ശ്ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ധ്യാന ശ്ലോകത്തിൻ്റെ മീനിങ്ങും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ആംഗികം ഭുവനം എന്ന് പറയുന്നത് ആരുടെ ശരീരമാണാവോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. രണ്ടാമത്തത് യസ്യ വാചികം സർവവാക്മയം, അതായത് ആരുടെ വാക്കുകളാണാവോ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഷ. ആഹാര്യം ചന്ദ്ര താരാതീതം, അതായത് ആരുടെ ആഭരണങ്ങളാണോ നക്ഷത്രങ്ങളും ചന്ദ്രനും, അങ്ങനെയുള്ള സാത്വികനായ നന്മയുള്ള ഭഗവാൻ ശിവനെ നമിക്കുന്നു. ഇതാണ് ധ്യാന ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ ധ്യാന ശ്ലോകം ചൊല്ലാനായിട്ട്. ആ ഒരു ശ്ലോകം പോലെ ചൊല്ലുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് മുദ്രകൾ സഹിതം ഞാനിപ്പം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും അതൊന്ന് പഠിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ധ്യാന ശ്ലോകത്തിലേക്ക് കടക്കാം. ആംഗികം ഭുവനം യസ്യ വാചികം സർവവാക്മയം ആഹാര്യം ചന്ദ്ര താരാതി ത്വം നുമം സാത്വികം ശിവം. അപ്പോൾ ധ്യാന ശ്ലോകത്തിൻ്റെ മുദ്രകൾ എങ്ങനെ എടുക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അർത്ഥം ഞാൻ കുറച്ച് മുന്നേ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. 4 വരിയേ ഉള്ളൂ. പക്ഷെ ആ 4 വരി നിസ്സാര വരികളല്ല, അതിന് ഒരുപാട് അർത്ഥങ്ങളുള്ള വരികളാണ്. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥങ്ങളും മീനിങ്ങുകളായിട്ട് ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മുദ്രകളുടെ വീഡിയോസും അതുപോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നൃത്തം തുടങ്ങുന്നതിന് മുമ്പ് ഉറപ്പായും ധ്യാന ശ്ലോകവും മുദ്രകളുടെ ശ്ലോകവും ചെയ്തതിന് ശേഷം നൃത്തം ആരംഭിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളെല്ലാം കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിലാണ് ഞാൻ ആ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്തേ.